ഒരു ചെറിയ 5 സെക്കൻഡുള്ള ഒരു വീഡിയോ എടുക്കുക, എന്നിട്ട് അപ്പുറത്തുനിന്ന് വേറൊരു വീഡിയോ എടുക്കുക, രണ്ടും കൂടി ബന്ധിപ്പിക്കുക. വൈരുദ്ധ്യം പറയുന്നു. എന്ത് വൈരുദ്ധ്യം? എവിടെ വൈരുദ്ധ്യം? അതൊക്കെ നിങ്ങളെ തോന്നലുകളാണ്. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ ഒരു ചങ്ങാതി ഒരു വീഡിയോ അയച്ചു വന്നു. അപ്പോൾ അതിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം 70,000 ആളുകൾ സ്വർഗത്തിൽ കടക്കും ഹിസാബില്ലാതെ എന്ന് പറഞ്ഞപ്പോൾ ഉക്കാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്നെ അതിൽ ഉൾപ്പെടുത്തി തരണം എന്ന് പറയുന്നൊരു സംഭവം. പൻവരി ഉസ്താദ് പറയുന്നിടത്ത് ഉസ്താദ് പറഞ്ഞു, ഉദുഉല്ലാഹ യജഅലനി മിൻഹും, എന്നെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അള്ളാഹിനോടൊന്ന് പറയണം എന്ന് പറയുന്ന ഭാഗം. പിന്നെ ഞാൻ പ്രസംഗിക്കുന്നൊരു ഭാഗം, എന്നെ അതിൽ ഉൾപ്പെടുത്തി തരണം, നേർക്കുനേരെ, ദുആ ഒന്നുമല്ല, നേരെ പറയാണ്. കണ്ടോ, രണ്ടും രണ്ട് പറയുന്നു. സാധാരണക്കാരെ ഒരു മിനിറ്റൊക്കെ ചിലപ്പോൾ വസ്വാസാക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. ഹദീസിൻ്റെ കിതാബ് ഓതിയവർക്ക് ഈ ഉഡായിപ്പ് നടക്കോ? ഈ 2 റിപ്പോർട്ടും ഹദീസിലില്ലേ? ഞാൻ വായിക്കുന്നത് ഇമാം തുർമുദി തങ്ങളുടെ സുനനിൽ നിന്നാണ്. അവിടെ കാണാൻ അനമിൻഹും, നബിയെ എന്നെ അതിലൊന്ന് ഉൾപ്പെടുത്തി തരണം. നേരെ പറയാണ് ഹബീബായ തങ്ങൾ, അൻതമിൻഹും, നിങ്ങൾ അതിൽപ്പെട്ട ആളാണ് എന്ന് പറയാണ്. നഅം, നിങ്ങൾ അതിലുള്ള ആളാണ്. തുർമുദി ഇമാമിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ ഇമാം ബുഖാരി തങ്ങളുടെ റിപ്പോർട്ട് എന്താ? ഉദുഉല്ലാഹ യജഅലനി മിൻഹും. രണ്ടുള്ളതാണ്. നമ്മളെ വിഷയം വരുമ്പോൾ ആ വിഷയത്തിനനുസരിച്ചാണ് അത് പറയാം. അള്ളാഹിനോട് പറയാൻ വേണ്ടി പറയുന്നതിൽ ഇപ്പോൾ ആർക്കും പ്രശ്നമല്ലല്ലോ. ഇവിടെ പ്രശ്നം അതല്ല, നേർക്ക് നേരെ റസൂലിനോട് എന്നെ ഉൾപ്പെടുത്തി തരണം എന്ന് പറയുന്ന വിഷയം തെളിവ് പറയുമ്പോൾ ഈ റിപ്പോർട്ട് വായിക്കും. അതിൽ ദ്വാരക്കണം എന്നല്ലുള്ളത്. പിന്നെയോ എന്നെ അതിൽ ഉൾപ്പെടുത്തി തരണം. ഇനി ദ്വാരക്കണം എന്ന് പറഞ്ഞിടത്തും റസൂലുള്ള എന്താ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അൻതമിൻഹും തന്നെയാണ്, അല്ലേ? അല്ലാഹുമ്മ ജഅൽഹു മിൻഹും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഹദീസിൻ്റെ കിതാബിൽ 2 രൂപത്തിൽ വരുമ്പോൾ, 2 സബ്ജക്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ ഓരോ സ്ഥലത്തേക്കും ഫിറ്റായ റിപ്പോർട്ടുകൾ എടുത്ത് വായിക്കും. ചിലപ്പോൾ ആ സംഭവം 2 തവണ വന്നിട്ടുണ്ടാകും. ഒരേ വിഷയം തന്നെ എത്ര തവണ ഉണ്ടാവും? അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കാന്നല്ലാതെ ഹദീസിൻ്റെ കിതാബുകളെക്കുറിച്ചൊരു ചുക്കും പഠിക്കാതെ വസ്വാസ് ഉണ്ടാക്കി നടക്കാന്നല്ലാതെ ആദർശപരമായ ഒരു വിഷയത്തിലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല.